ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഏപ്രിൽ 17, വിശുദ്ധ ബെനഡിക്ട് ജോസഫ് ലാബ്രേ. തീർത്ഥാടകനായ വിശുദ്ധനായിരുന്നു വിശുദ്ധ ബെനഡിക്ട്. ഒരു ഭിക്ഷക്കാരനെ പോലെയായിരുന്നു അദ്ദേഹം ജീവിച്ചത്. തീർത്ഥാടക സ്ഥലങ്ങൾ ചുറ്റിക്കറങ്ങി അനാഥരുടെയും രോഗികളുടെയും ഒപ്പം ജീവിച്ച മനുഷ്യൻ. ഫ്രാൻസിലെ സാമ്പത്തിക ഭദ്രതയുള്ള ഒരു കുടുംബത്തിൽ ജീൻ ബാപ്റ്റിസ്റ്റ് ലാബ്രയുടെയും അന്നയുടെയും മകനായി ജനിച്ച ബെനഡിക്റ്റിന് 14 ഇളയ സഹോദരങ്ങളും ഉണ്ടായിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ പിതൃ സഹോദരനായ പുരോഹിതന്റെ അടുത്തേക്ക് പിതാവ് ബെനഡിക്റ്റിനെ വിദ്യാഭ്യാസത്തിനായി അയച്ചു. പ്ലേഗ് പടർന്നു പിടിച്ച സമയമായിരുന്നു അത്. പ്ലേഗ് ബാധിച്ചവർക്കിടയിൽ ആശ്വാസത്തിന്റെ ദൂതനായി ബെനഡിക്റ്റ് ഉണ്ടായിരുന്നു. ഒരു പുരോഹിതനാകണമെന്നതായിരുന്നു ബെനഡിക്റ്റിന്റെ ആഗ്രഹം. പല സഭകളിലും ചേർന്നെങ്കിലും ഒന്നിനും ഉറച്ചു നിൽക്കാൻ ബെനഡിക്റ്റിന് കഴിഞ്ഞില്ല. ഒരു പുരോഹിതനാകുന്നത് വളരെ സുന്ദരമായ കാര്യമാണ്, പക്ഷെ അതുവഴി എനിക്ക് എൻ്റെ ആത്മാവിനെ തന്നെ നഷ്ടമാകുമെന്ന് ഞാൻ പേടിക്കുന്നു. ബെനഡിക്റ്റ് ചിന്തിച്ചത് ഇങ്ങനെയായിരുന്നു. പിന്നീട് ഒരു സഭയിലും ചേർന്ന് പ്രവർത്തിക്കാതെ തീർത്ഥാടകനായി യൂറോപ്പിൽ മുഴുവൻ ചുറ്റിത്തിരിയുകയാണ് ബെനഡിക്റ്റ് ചെയ്തത്. പരിപൂർണമായ പട്ടിണിയായിരുന്നു ബെനഡിക്റ്റ് സ്വീകരിച്ചത്. ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി മാത്രം ഭിക്ഷ ചോദിച്ച് വീടുകൾ കയറിയിറങ്ങി, ദേവാലയങ്ങളിൽ കിടന്നുറങ്ങി. ഒരു ജപമാല കഴുത്തിലണിഞ്ഞ് കയ്യിൽ ഒരു കുരിശും ബൈബിളും പിടിച്ചായിരുന്നു അദ്ദേഹം സഞ്ചരിച്ചിരുന്നത്. കൂടുതലായി ഭിക്ഷ കിട്ടിയാൽ അത് തിരിച്ചു കൊടുക്കുകയോ മറ്റുള്ളവർക്കായി ഭക്ഷണം കൊടുക്കുകയോ ചെയ്തിരുന്നു. ഒരു പറ്റം അനാഥർ അദ്ദേഹത്തോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നു. എല്ലാവരും ഭിക്ഷ യാചിച്ച് തന്നെയാണ് ജീവിച്ചിരുന്നത്. ബെനഡിക്റ്റ് ഒരു വിശുദ്ധനാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. ഒട്ടേറെ അത്ഭുതങ്ങൾ ഈ കാലയളവിൽ ബെനഡിക്റ്റ് വഴി ദൈവം പ്രവർത്തിച്ചു. ഒരിക്കൽ ബെനഡിക്റ്റിന്റെ ഒപ്പമുണ്ടായിരുന്നവർ കഴിക്കാൻ ഒന്നും കിട്ടാതെ വിശന്നിരിക്കുകയായിരുന്നു. ഭക്ഷണത്തിനുള്ള വക ആർക്കും കിട്ടിയില്ല. ബെനഡിക്റ്റിന്റെ കയ്യിൽ മാത്രം ഒരു റൊട്ടിക്കഷ്ണം ഉണ്ടായിരുന്നു. 5 അപ്പം കൊണ്ട് 5000 പേരെ തൃപ്തിപ്പെടുത്തി ഈശോയോട് ബെനഡിക്റ്റ് കണ്ണടച്ച് പ്രാർത്ഥിച്ചു. അവർക്കെല്ലാം ആവശ്യത്തിനു വേണ്ടി അപ്പം അങ്ങനെ ലഭിച്ചു. ഇതുപോലെയുള്ള ഒട്ടേറെ അത്ഭുതങ്ങൾ ബെനഡിക്റ്റ് പ്രവർത്തിച്ചു. ഗുരുതരാവസ്ഥയിലായിരുന്ന 136 രോഗികളെ ബെനഡിക്റ്റ് അത്ഭുതകരമായി സുഖപ്പെടുത്തിയതായി അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ വായിക്കാം. 1783 ഏപ്രിൽ 17 ബെനഡിക്റ്റ് മരിച്ചു. റോമിലെ ഒരു ദേവാലയത്തിൽ 2 മണിക്കൂർ നേരം അദ്ദേഹം പ്രാർത്ഥിച്ചു. പിന്നീട് അവിടെ തന്നെ കുഴിഞ്ഞു വീണ് മരിച്ചു. 1883 പോപ്പ് ലിയോ 13 ബെനഡിക്റ്റിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ഭിക്ഷക്കാരുടെയും അനാഥരുടെയും മാനസിക രോഗികളുടെയും മധ്യസ്ഥനാണ് ബെനഡിക്റ്റ്. ഇന്നീ ദിവസം എല്ലാ ഭിക്ഷക്കാരെയും മാനസിക രോഗികളെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.